നമസ്കാരം. കർക്കിടകൻ രാശിക്കാരായ പുണർദങ്കാൽ, പൂയം, ആയില്യ നക്ഷത്രക്കാരുടെ 2026 വർഷഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഴം വർഷാരംഭത്തിൽ മിഥുനൻ രാശിയിലാണ്. പറഞ്ഞാൽ നിങ്ങളുടെ രാശിയുടെ 12ാം ഭാവത്തിലാണ്. 12ലുള്ള വ്യാഴം ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് തരിക. വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കും. തീരുമാനമെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധ വേണം. പുണ്യകാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവ് വരും. ജൂൺ 2 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ കർക്കിടകൻ രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. പറഞ്ഞ സ്വന്തം രാശിയാണ്. നിങ്ങളുടെ സ്വന്തം രാശിയും വ്യാഴത്തിന്റെ ഉച്ചരാശിയുമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ഹംസ രാജയോഗം എന്ന രാജയോഗം കിട്ടും. ശുഭകാര്യങ്ങളൊക്കെ നടക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. വിവാഹ ഭാഗ്യം, ദാമ്പത്യം നല്ലതാകും. സന്താന ഭാഗ്യം, സന്താന സുഖം വർദ്ധിക്കും. പ്രണയിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. മുടങ്ങിയ ധനം, കിട്ടാതിരുന്ന ധനമൊക്കെ വന്നു ചേരും. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് പുരോഗതി നേടാൻ സാധിക്കും. അതുപോലെ ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും. കലാപരമായിട്ട് സാഹിത്യാദി രംഗത്തൊക്കെ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ഭാഗ്യവർദ്ധന ഉണ്ടാകും. ശനി വർഷം മുഴുവനും മീനൻ രാശിയിലാണ്. പറഞ്ഞാൽ നിങ്ങളുടെ രാശിയുടെ 9ാം ഭാവത്തിലാണ് ശനി. 9ലുള്ള ശനിദോഷമില്ല. അതുകൊണ്ട് തന്നെ ശനിയുടെ പോസിറ്റീവ് ഫലങ്ങളാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുക. അത് ശനിയുടെ ഭാഗ്യവും അതുപോലെ ധനലാഭവും ഉണ്ടാകും. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ്. അപ്പോൾ രാഹു നിങ്ങളുടെ 8ാം ഭാവത്തിലും കേതു 2ാം ഭാവത്തിലുമാണ്. രാഹു കേതു നിങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് തരിക. നിങ്ങളുടെ ലാഭസ്ഥാനത്തുള്ള ഗ്രഹം ശുക്രനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിലൊക്കെ ശുക്രൻ അനുകൂലമായ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഭാഗ്യവും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭവും ഉണ്ടാകും. പിന്നെ ഭൗതികമായിട്ടുള്ള സുഖം വർദ്ധിക്കും. വീട് വെക്കാൻ, വസ്തു വാങ്ങാൻ, വാഹനഭാഗ്യം ഉണ്ടാകും. അതുപോലെ പുതിയത് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സിൽ നല്ലതാകും. അതുപോലെ സുഹൃത്തുക്കൾ, ബന്ധുക്കളുടെയൊക്കെ സഹായ സഹകരണം കിട്ടും. പുതുവർഷം 2026 നിങ്ങൾക്ക് കർക്കിടകൻ രാശിക്കാരായ നിങ്ങൾക്ക് വർഷ ആരംഭത്തേക്കാൾ ജൂൺ 2 മുതലാണ് കൂടുതലായിട്ട് ശുഭഫലം കിട്ടുക. ഇനി നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ വിഷ്ണു പ്രീതി വരുത്തുന്നത് കൊണ്ട്, പിന്നെ അതുപോലെ ആയില്യ നാൾ വരുമ്പോൾ നിങ്ങൾ സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണഫലവും ഭാഗ്യവും വർദ്ധിക്കും. എല്ലാ ആയില്യം നാളുകാർക്കും 2026 ഏറ്റവും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.